ഹലോ. ക്രിസ്മസ് സീസൺ എന്ന് പറയണത് എൻ്റെ മനസ്സിൽ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സീസണാണ് കേട്ടോ. അപ്പം ഞാൻ ഇത്തവണ എന്തായാലും നമ്മൾ യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ലാസ്റ്റ് ടൈമും നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത്തവണ ഒരു ലോങ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. എൻ്റെ ബാച്ചിലർ ലൈഫിലെ ലാസ്റ്റത്തെ ക്രിസ്മസ് സെലിബ്രേഷൻ ആണല്ലോ. അപ്പം ഞാൻ ഇനി തോന്നിയാൽ ഇതെടുത്ത് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്തായാലും ലോങ് വീഡിയോ തന്നെ ചെയ്യാമെന്ന് ഓർത്തു. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് സെറ്റ് ചെയ്യേണ്ടത് ട്രീ ആണ്. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ട്രീ ഇതാ ഞാൻ വാങ്ങിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട്. ഇനി അത് സെറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് സെറ്റ് ചെയ്യണ വീഡിയോ ഉണ്ടായാലോ. നമ്മുടെ ഇവിടെയൊക്കെ കരോള് വരുന്ന ദിവസം ഡിസംബർ 24-നാണ് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ നേരത്തെ കൂട്ടിയുള്ള ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ തുടങ്ങിയത് ഈ അടുത്ത കാലത്താണ്. അതല്ലെങ്കിൽ ഞങ്ങൾ ചെറുതായിരിക്കുമ്പോൾ ഡിസംബർ 23-നാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് തന്നെ ചെയ്യുക. അതായത് ഞാനും ചേച്ചിമാരും കൂടിയിട്ട് കണ്ട കമ്പും ചില്ലയൊക്കെ വെട്ടി 4 കാലൊക്കെ കുഴിച്ചിട്ട് അങ്ങനെ പൊക്കത്തിൽ ഒരു പുൽക്കൂടൊക്കെ ഉണ്ടാക്കും. അത് കഴിഞ്ഞിട്ട് ഏതെങ്കിലും മരത്തിൻ്റെ ചില്ലയൊക്കെ വെട്ടിക്കൊണ്ടുവന്ന് അത് ഫുൾ അലങ്കരിച്ച് അതായിരിക്കും ക്രിസ്മസ് ട്രീ. അല്ലാതെ ഇങ്ങനെ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വയ്ക്കുന്ന ക്രിസ്മസ് ട്രീ ഒക്കെ എനിക്ക് തോന്നുന്നു ഒരു 5-6 കൊല്ലം ആയിട്ടുള്ള അതൊക്കെ തുടങ്ങിയിട്ട്. ഞാനിപ്പോൾ ഇവിടെ ഒറ്റയ്ക്ക് നിന്ന് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ തനിയെ ചെയ്യുമ്പോൾ എനിക്ക് ശരിക്കും ഓർമ്മ വരുന്നത് എൻ്റെ ചൈൽഡ്ഹുഡിലെ സ്വീറ്റ് മെമ്മറീസാണ്. അങ്ങനെ സ്വീറ്റ് മെമ്മറീസ് മാത്രമല്ല, നല്ല കുരുത്തക്കേട് പിടിച്ച മെമ്മറീസും ആ കൂട്ടത്തിലുണ്ട് കേട്ടോ. കൂടുതലും എണ്ണി നോക്കിക്കഴിഞ്ഞാൽ കുരുത്തക്കേടായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. ഞങ്ങൾ 3 പേരിൽ കുരുത്തക്കേടിൻ്റെ ആശാത്തി എന്നുള്ളൊരു പേര് കിട്ടിയേക്കുന്നത് എനിക്കാണ് കേട്ടോ. അതൊക്കെ നമ്മൾ നല്ല ഹൈറ്റിൽ 4 കാലിലാണ് പുൽക്കൂട് കെട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോഴൊക്കെ അല്ലേ ചെറിയ താഴെയൊക്കെ നല്ല ഭംഗിയിലൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അന്ന് പക്ഷേ ഒരു കൂടാരം പോലത്തെ ഒരു പുൽക്കൂട്, അതാണ് ഞങ്ങൾ പണ്ടേ ശീലിച്ചിട്ടുള്ള പുൽക്കൂട്. അപ്പം അതിന് വേണ്ടി 4 കാല് മണ്ണിൽ കുഴിച്ചിടണം. ഇപ്പം നിങ്ങൾ കാണുന്ന ആ ജനാലയുടെ സൈഡിലായിട്ടായിരുന്നു അന്ന് പുൽക്കൂട് കെട്ടാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. 4 കാലുള്ള പുൽക്കൂടിന് 4 കുഴി വേണമല്ലോ. അപ്പോൾ ഈക്വലായിട്ട് 2 ചേച്ചിയും 2 ഞാനും കുത്താന്ന് പറഞ്ഞ് അങ്ങനെ ഞാനും 2ാമത്തെ ചേച്ചി മാത്രമേ ഉണ്ടായുള്ളൂ. അങ്ങനെ എൻ്റെ ഒരു കുഴി കുത്തി 2ാമത്തെ കുഴി കുത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ ഈ വാക്കത്തി വെച്ചാണ് കുറേയൊക്കെ ചെയ്യുക. പിന്നെ തൂമ്പ വെച്ചും ചെയ്യും. അന്ന് ചെറുതായതുകൊണ്ട് തൂമ്പയൊന്നും പൊക്കാനുള്ള ആവതൊന്നുമില്ല. അപ്പോൾ വാക്കത്തി വെച്ചിട്ടാണ് കൂടുതലും ചെയ്യുക. വാക്കത്തി ചെന്ന് തട്ടിയത് വെള്ളം പോകുന്ന പൈപ്പിലായിരുന്നു, താഴെ മണ്ണിനടിയിൽ കൂടെ. അങ്ങനെ പൈപ്പ് ലൈൻ പൊട്ടി കംപ്ലീറ്റ് വെള്ളവും കാര്യങ്ങളും പുറത്തേക്ക് വരാൻ തുടങ്ങി. വെള്ളം പുറത്തേക്ക് വരുന്നതിനേക്കാൾ സ്പീഡിലും ഒച്ചത്തിലാണ് ഞാൻ കരയാൻ തുടങ്ങിയത്. കാരണം അമ്മ വരുമ്പോൾ അടി ഉറപ്പാണ്. അന്നൊക്കെ എന്ത് ചെയ്താലും നല്ല അടി കിട്ടുന്ന ഒരു സമയമായിരുന്നു. നല്ല അടിച്ച് വളർത്തിയെന്നൊക്കെ പറയില്ലേ, അതുപോലെയായിരുന്നു നമ്മളമ്മ അടിക്കാറുണ്ടായിരുന്നത്. അപ്പോൾ പേരവടി വെട്ടി ബർത്തിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ടാവും. കുരുത്തക്കേട് കാണിക്കുന്നതിന് മുന്നേ കുരുത്തക്കേട് എന്നുള്ള വാക്ക് കേട്ടാൽ തന്നെ അമ്മ വടി എടുക്കൂട്ടോ. അപ്പോൾ ഇത്രയും വലിയ കാര്യം ചെയ്തു വെച്ചിട്ട് എങ്ങനെ സമാധാനത്തോടെ നിൽക്കുക, ഞങ്ങൾ എന്താ ചെയ്യുക, എങ്ങോട്ടൊക്കെ ഓടാന്നുള്ള രീതിയിൽ ലാസ്റ്റ് ചെന്നത് തൊട്ടടുത്ത് നെയ്ബറുടെ വീട്ടിലോട്ടാണ്. അവിടെയാണെങ്കിൽ 3 ചേട്ടന്മാരുണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്ത് ഏറ്റവും മൂത്ത ചേട്ടൻ്റെ അടുത്ത് നിന്നിട്ട് ഇങ്ങനെ ഞാൻ കേണപേക്ഷിച്ചു, അയ്യോ ഞങ്ങളുടെ വെള്ളം കുടിക്കണ പൈപ്പ് ലൈൻ പൊട്ടിപ്പോയി, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാതെ ഒരു നിവൃത്തിയില്ല, അമ്മ വരുമ്പോൾ ചീത്തേക്കും, ചേട്ടൻ്റെ കാല് ഞാൻ പിടിക്കാം എന്നൊക്കെ പറഞ്ഞ് ആളെ നമ്മൾ കൈയും കാലും പിടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് പിന്നെ അത് കറക്റ്റായിട്ട് ഒട്ടിച്ച് സംഭവം സെറ്റാക്കി തന്നു. അമ്മ വന്നതിന് മുന്നേ ഞങ്ങൾ ആ കാര്യത്തിൽ രക്ഷപ്പെട്ടു കേട്ടോ. നമ്മുടെ ക്രിസ്മസ് ട്രീ ബാക്കിൽ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. സമയം കുറച്ച് വൈകി, ലേറ്റായി. ഫുഡ് കഴിക്കാനൊക്കെ ഉണ്ട് ഇനി. കാരണം ഇതിൻ്റെ പിന്നാലെയായിരുന്നു കുറച്ച് നേരം. ചില ആളുകൾക്ക് ഒരു കാര്യങ്ങളും ഇങ്ങനെ ഒറ്റയ്ക്ക് ചെയ്യാനായിട്ടുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടാവില്ലല്ലേ. പക്ഷെ ഞാൻ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ ഹാപ്പി ആക്കാൻ വേണ്ടി നമ്മളിങ്ങനെ ഒരാളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല ആക്ച്വലി. കാരണം നമ്മുടെ ലൈഫ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ വേറൊരാൾക്ക് ഇമ്പോർട്ടൻ്റ് ആവണമെന്ന് നിർബന്ധം പിടിക്കാൻ നമുക്ക് പറ്റില്ലല്ലോ. അപ്പം എന്തായാലും എല്ലാവരുടെ ലൈഫിലും ക്രിസ്മസും ഓണവും വിഷുവും എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷേ അത് സെലിബ്രേറ്റ് ചെയ്യണോ വേണ്ടിയോ എന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. എന്തായാലും എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഒറ്റയ്ക്കാണ് ഇതെല്ലാം ചെയ്തു വെച്ചത്. അമ്മ ഇടയ്ക്ക് ഒന്ന് വന്ന് ഹെൽപ്പ് ചെയ്തു എന്നല്ലാതെ ഞാൻ ഒറ്റയ്ക്കാണ് ഇത് ചെയ്തത്. പക്ഷേ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞാൻ പാട്ടൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് അങ്ങനെ ചെയ്തു. ആരെങ്കിലൊക്കെ വന്നിട്ട് സന്തോഷിക്കാൻ വേണ്ടി ഇരിക്കണൊക്കെ എത്രയോ നല്ലതാണ്. നമ്മൾ നമ്മുടെ തന്നെ ഒരു മീ ടൈം, ഹാപ്പി ടൈമൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്. ശരിക്കും ഒരു ഹാപ്പി കിഡ് ആവണമെന്ന് നമ്മൾ തീരുമാനിക്കുന്നിടത്തു നിന്നാണ് നമ്മുടെ ഹാപ്പിനെസ് സ്റ്റാർട്ട് ചെയ്യുന്നത്.
എന്നെ ഹാപ്പി ആക്കാൻ വേണ്ടി വേറൊരാൾ വരണമെന്ന് ഞാൻ ഒരിക്കലും വിചാരിക്കാറില്ല കേട്ടോ. എനിക്ക് വേണ്ടി ഞാൻ തന്നെ ഗിഫ്റ്റുകൾ വാങ്ങാറുണ്ട്. ഞാൻ എന്നെ തന്നെ ഹാപ്പി ആക്കാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും. സ്വന്തം ഹാപ്പിനെസ് എന്ന് പറയുന്നതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ ലൈഫ് കുറച്ചുകൂടെ അടിപൊളിയാവുമെന്ന് എനിക്ക് ഫീൽ ചെയ്ത കാര്യങ്ങളായിട്ട് പറയണേ. പിന്നെ ക്യാമറ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ സംസാരിക്കും. അതാണ് ഞാൻ ലോങ് വീഡിയോ ഇടാത്തത്. ലോങ് വീഡിയോ ഞാൻ ചെയ്യാത്തതിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ചാൽ എഡിറ്റ് ചെയ്യാൻ നേരത്ത് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എഡിറ്റ് ചെയ്യാനുണ്ടാവും. കാരണം ഞാൻ ക്യാമറ ഉണ്ടെങ്കിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇപ്പം തന്നെ ഈ വീഡിയോ എത്രയോ നേരമായി ഉണ്ടാവില്ലേ. അപ്പോൾ അങ്ങനെ നമ്മുടെ ട്രീ ഒക്കെ ഒന്ന് സെറ്റാക്കി വന്നപ്പോഴേക്കും കുറച്ചധികം നേരം വൈകി. അപ്പോൾ ലഞ്ചൊക്കെ ഈവനിങ് ആണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അമ്മ പുറത്ത് പോയിട്ട് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഐസ്ക്രീം കൊണ്ടുവന്നായിരുന്നു. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാൻ ഇതിൻ്റെ പിന്നിലൊന്നും ആയിരുന്നില്ല കേട്ടോ. എനിക്ക് കിട്ടുന്ന സമയങ്ങളിൽ ഇത് വന്ന് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ ഞാൻ ഐസ്ക്രീമൊക്കെ കഴിച്ച് കയറിപ്പോയിട്ട് ഇപ്പോൾ ഇതാ വന്നേക്കുന്നത് ഒരു 5-5:30 സമയത്താണ്. അപ്പോഴേക്കും കുറച്ച് ഇരുട്ടൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴാണെങ്കിൽ നേരത്തെ ഇരുട്ട് വീഴുമല്ലോ. അങ്ങനെ ഇനിയുള്ള പരിപാടി എന്ന് പറയുന്നത് ഓർണമെന്റ്സ് ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ ചെറുതായിരിക്കുന്ന സമയത്ത് ഇതേപോലെ റീത്ത് അല്ലെങ്കിൽ അലങ്കരിക്കാനായിട്ടുള്ള ഇങ്ങനത്തെ ഓർണമെന്റ്സ് ഒന്നും നമ്മൾ വാങ്ങിക്കാറില്ല. ആകെ വാങ്ങിക്കുന്ന 2 കാര്യമാണ്. ഒന്ന് കളർഫുൾ ബലൂൺസ് വാങ്ങിക്കും. അതുപോലെ തന്നെ കളർഫുള്ളായിട്ട് മടക്ക് പോലെ വെച്ചിട്ടുള്ള തോരണം പോലത്തെ ഐറ്റംസ് ഉണ്ടല്ലോ, അത് തന്നെ കംപ്ലീറ്റ് അങ്ങനെ വിടർത്തി തൂക്കിയിടുമ്പോഴേക്കും നമ്മുടെ ക്രിസ്മസ് ട്രീ ഏകദേശം ഒന്ന് റൗണ്ട് എത്തി കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. ഇന്നിപ്പോൾ എന്തായാലും അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഒരുപാട് ഐറ്റംസ് നമ്മൾ അല്ലാതെ തന്നെ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ വെച്ച് കൊടുക്കുമായിരുന്നു. എനിക്കിങ്ങനെ ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്തതിനേക്കാളും ഈ ഒരു പരിപാടിയാണ് കേട്ടോ കൂടുതലിഷ്ടം. പണ്ട് മുതലേ നമ്മുടെ ക്രിസ്മസ് ട്രീയിൽ ലൈറ്റ്സ് ഇടുന്നതും സ്റ്റാർ ഇടുന്നതും അല്ലാതെ ഉള്ള സീരിയൽ സെറ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇടുന്നത് മൂത്ത ചേച്ചിയാണ് കേട്ടോ. ആള് കല്യാണം കഴിഞ്ഞ് പോയപ്പോഴാണ് പിന്നെ ഞാനും രണ്ടാമത്തെ ചേച്ചിയും കൂടിയും ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയത്. രണ്ടാമത്തെ ചേച്ചിയും കല്യാണം കഴിഞ്ഞ് പോയപ്പോൾ പിന്നെ ഞാനല്ലേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ പഠിച്ചെടുത്തു. എനിക്ക് വലിയ ഇഷ്ടമില്ലാത്തൊരു മേഖലയാണ് ഈ ലൈറ്റ്സ് ഇങ്ങനെ ചാർത്തുക, ഇടുക, ഈ സീരിയൽ സെറ്റ് അറേഞ്ച് ചെയ്ത് കൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല. പക്ഷെ ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. ഇന്നെന്തായാലും നമ്മൾ ക്രിസ്മസ് ട്രീയിൽ വേറെ കാര്യമായിട്ടുള്ള ലൈറ്റ്സ് അല്ല കൊടുക്കുന്നത്. നമ്മൾ 30 രൂപയ്ക്ക് കുറച്ച് ഫെയറി ലൈറ്റ്സ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ ജസ്റ്റ് വെച്ച് കൊടുക്കുന്നു എന്നുള്ളൂ. ആദ്യം നമ്മുടെ ക്രിസ്മസ് ട്രീയിൽ വെക്കാൻ വേണ്ടി കുറേ ഓർണമെന്റ്സ് ഒക്കെ ഞാൻ വാങ്ങിച്ചു എന്ന് പറഞ്ഞെങ്കിലും വച്ച് തുടങ്ങിയപ്പോൾ അങ്ങനെ കാര്യമായിട്ടൊന്നും ഇല്ലാത്തൊരു ഫീല് തോന്നി തുടങ്ങി. അപ്പോഴാണ് എൻ്റെ മനസ്സിൽ ഒരു ഐഡിയ പോയത്. നമ്മൾ ഈ തോരണം പോലെ തൂക്കിയിടുന്ന കുറേ ഐറ്റംസ് ഉണ്ടല്ലോ, നമ്മൾ സാധാരണഗതിയിൽ അതിങ്ങനെ ചുറ്റി വെക്കാറാണ് പതിവ്. ഇത്തവണ ഒരു വെറൈറ്റിക്ക് വേണ്ടി അത് ഓരോന്നായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. പക്ഷെ അത് അടിപൊളി ഐഡിയ ആയിരുന്നു. ഈ ഒരു തോരണം കൊണ്ട് ഞാൻ ഈ കംപ്ലീറ്റ് ക്രിസ്മസ് ട്രീനെ കുട്ടപ്പനാക്കാനുള്ളൊരു ഐഡിയ ആണ് എനിക്ക് കിട്ടിയേക്കണത്. ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ആ ഒരു ഇരുമ്പിൻ്റെ ആ ഒരു തണ്ട് പോലെ സംഭവം ഉണ്ടല്ലോ, അതിനകത്തോട്ട് വെച്ചിട്ട് ഒന്ന് മടക്കി കൊടുക്കും. അപ്പോൾ ആ ഒരു ടിപ്പിൽ അത് അങ്ങനെ ഇരുന്നോളും. എന്തായാലും അമ്മയ്ക്ക് ആ ഒരു ഐഡിയ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ചെയ്യുന്നത് കണ്ടിട്ട് അമ്മ ഒന്ന് നോക്കിയിട്ട് നല്ല കോംപ്ലിമെൻറ്റ്സ് ഒക്കെ തരുന്നുണ്ടായിരുന്നു. ശരിക്കും ഈ ഒരു തോരണം വലിയ പൈസയൊന്നുമില്ല, ഒരെണ്ണത്തിന് 20 രൂപ എന്തോ ഉള്ളൂ. ആ ഒരെണ്ണം വാങ്ങിയാൽ തന്നെ നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ ഒരു 1/4 ഭാഗം നമുക്ക് അലങ്കരിക്കാൻ പറ്റും. അപ്പോൾ ഒത്തിരി പൈസയൊന്നും ചിലവാക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഈ ഐഡിയ അടിപൊളിയാണെന്ന് എനിക്ക് ഫീൽ ചെയ്തു. നമ്മൾ ഓൾറെഡി ഒരു LED സ്റ്റാർ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമുക്കൊരു പേപ്പർ സ്റ്റാറും കൂടി ഇടണമെന്നാണ് ഞാൻ വിചാരിക്കണേ. എനിക്ക് ഈ LED സ്റ്റാറിനേക്കാളൊക്കെ ഇഷ്ടം കുറച്ച് പഴയ ആ ഒരു പേപ്പർ സ്റ്റാറിനോട് തന്നെയാണ്. ഇന്നതാ നമ്മൾ ലൈറ്റ്സ് ഇടുന്നത് സാധാരണ നമ്മൾ വാങ്ങിക്കുന്ന ആ 30 രൂപയുടെ ഫെയറി ലൈറ്റ്സ് ആണ് കേട്ടോ. നല്ല അടിപൊളിയാണെന്ന് എനിക്ക് ഫീൽ ചെയ്തു. കാരണം പടപടയെന്ന് പണിയും കഴിയും, എന്നാൽ ഭയങ്കര സിമ്പിളുമാണ്. ഇതിങ്ങനെ ജസ്റ്റ് ചുറ്റി വെച്ച് കൊടുത്താൽ മതി. അല്ലാതെ ഇപ്പം സീരിയൽ സെറ്റൊക്കെ ഇടാൻ മടിയുള്ളവർക്ക്, കണക്ഷനൊക്കെ കൊടുത്ത് ചെയ്യാനായിട്ട് അറിവില്ലാത്തവർക്കൊക്കെ ഈ ഒരു സംഭവം ഭയങ്കര യൂസ്ഫുള്ളാണ്. ഇപ്പോൾ തനിയെ താമസിക്കുന്ന കാരണവന്മാരൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ അവർക്ക് കരോളൊക്കെ വരുമ്പോൾ ഒന്ന് ലൈറ്റ്സൊക്കെ വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതൊരു 3-4 വാങ്ങിച്ചു കഴിഞ്ഞാൽ നല്ല സിമ്പിളായിട്ട് അത് ജസ്റ്റ് കൈ കൊണ്ട് ഒരു ബട്ടൺ ഓണാക്കിയാൽ മതി. അതങ്ങനെ കത്തിക്കോളും. വേറെ പ്ലഗിലും കാര്യങ്ങളും ഒന്നും കുത്തണ്ട. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ലൈറ്റ്സ് ആണ്. ക്രാഫ്റ്റൊക്കെ ചെയ്യാൻ നേരത്തെ ഞാൻ യൂസ് ചെയ്യാറുള്ളതായിരുന്നു കേട്ടോ. ഇത് ഞാനിപ്പോൾ പുതിയതായിട്ട് ക്രിസ്മസ് ട്രീക്ക് വേണ്ടി 4 വാങ്ങിച്ചതാണ്. അങ്ങനെ ഫൈനലി നമ്മുടെ ക്രിസ്മസ് ട്രീ റെഡി ആയിട്ടോ.